നമ്മുടെ ഇന്നത്തെ വേദഭാഗം ആർക്കെങ്കിലും ഒരാൾക്ക് വളരെ സ്ഫുടമായി വായിക്കാം. 1 പത്രോസിന്റെ ലേഖനം, 1-ാം ലേഖനം, 1-ാം അധ്യായം 13 തൊട്ട് അതിൻ്റെ 25 വരെയുള്ള ഭാഗങ്ങൾ നമുക്ക് വായിക്കാം. 1 പത്രോസിന്റെ ലേഖനം, 1-ാം അധ്യായം, 1 Peter chapter 1 verse 13 to 25. ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ എല്ലാവരും വേദോസം കേൾക്കണം, അല്ലെങ്കിൽ സ്ക്രീനിൽ നോക്കണം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഒരാൾക്ക്, ഒരു വോളണ്ടിയർക്ക് ഇത് വായിക്കാം. ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ആകയാൽ നിങ്ങളുടെ മനസ്സ് ഉറപ്പിച്ച് നിർമ്മതരായി യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുവിൻ. പണ്ട് നിങ്ങളുടെ അജ്ഞാന കാലത്ത് ഉണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ. ഞാൻ വിശുദ്ധൻ ആകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. മുഖപക്ഷം കൂടാതെ ഓരോരുത്തന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവ് എന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പീൻ. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അവൻ ലോകസ്ഥാപനത്തിനു മുൻപേ മുന്നറിയപ്പെട്ടവനും അവൻ മുഖാന്തരം ദൈവത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾ നിമിത്തം ഈ അന്ത്യകാലത്ത് വെളിപ്പെട്ടവനും ആകുന്നു. നിങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും ദൈവത്തിൽ വെച്ചുകൊള്ളേണ്ടതിന് ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് അവന് തേജസ് കൊടുത്തുമിരിക്കുന്നു. എന്നാൽ സത്യം അനുസരിക്കയാൽ നിങ്ങളുടെ ആത്മാക്കളെ നിർവ്യാജ്യമായ സഹോദര പ്രീതിക്കായി നിർമ്മലീകരിച്ചിരിക്കുക കൊണ്ട് ഹൃദയപൂർവം അന്യോന്യം ഉറ്റു സ്നേഹിപ്പിൻ. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. സകല ജഡവും പുല്ലുപോലെയും അതിന്റെ ഭംഗി എല്ലാ പുല്ലിന്റെ പൂ പോലെയും ആകുന്നു. പുല്ലുവാടി പൂ ഉതിർന്നു പോയി, കർത്താവിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു. അതാകുന്നു നിങ്ങളോട് പ്രസംഗിച്ച വചനം. താങ്ക് യു. കർത്താവിന്റെ ദാസിയെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പിതാവേ, നിന്റെ വചനത്തിന് മുമ്പാകെ ഞങ്ങൾ വന്നിരിക്കുന്നു. വായിച്ചു കേട്ടു. വായിക്കുന്നവനും വായിച്ച് കേൾക്കുന്നവനും അത് പ്രമാണിക്കുന്നവനും ഭാഗ്യവാനെന്ന് എൻ്റെ വചനത്തിലുണ്ട്. കർത്താവേ, നിന്റെ വചനം അതിൻ്റെ ഉള്ള അവസ്ഥയിൽ മനസ്സിലാക്കുവാനുള്ള ബുദ്ധി ഞങ്ങളുടെ അകത്തെ കണ്ണുകളെ പരിശുദ്ധാത്മാവിനാൽ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം സംസാരിക്കുന്ന വ്യക്തി ഏതുമില്ല. നിന്റെ നാമം ഉയരട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാ കർത്താവിൻ്റെ ദാസന്മാർക്കും സഹോദരി സഹോദരന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കണം. എന്തുകൊണ്ടാണ് ഈ വചനം മുഴുക്കെ വായിപ്പിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ 3-4 ആഴ്ചയായിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുക. ഒന്നുകൂടെ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കൂടെ ഒന്നുകൂടെ വരും. ഒന്നുകൂടെ നമ്മുടെ ഓർമ്മ വരുമ്പോൾ അത് പഠിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മളിത് വായിച്ചത്. നമ്മൾ 13 തൊട്ടുള്ള വാക്യങ്ങൾ, അതിൻ്റെ ഈ ചാപ്റ്ററിൻ്റെ അവസാനം ഭാഗം വരെ നമ്മൾ കാണുന്നത് ഹോളി ലിവിങ്, ക്രിസ്ത്യൻ വേ ഓഫ് ലൈഫ്, ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൻ്റെ ചര്യ എന്താണെന്നാണ് അപ്പോസ്തലനായ പത്രോസ് ഇവിടെ വ്യക്തമാക്കുന്നത്. അത് നമ്മൾ നേരത്തെ പഠിച്ചതായതുകൊണ്ട് ഞാനത് വായിച്ചു പിടിക്കുകയായിരുന്നു. ഇന്ന് കാണുവാൻ പോകുന്നത് നമ്മൾ അതിൻ്റെ 22-ാമത്തെ വാക്യമാണ്. ക്രിസ്ത്യൻ ലിവിങ് എന്ന് പറയുമ്പോൾ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അപ്പോസ്തലനായ പത്രോസ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ക്രിസ്ത്യൻ വേയിൽ, ജീവിതത്തിൽ, അതിൻ്റെ 15-ാമത്തെ വാക്യം ഒന്ന് ഡിസ്പ്ലേ ചെയ്യണം. 15-ാമത്തെ വാക്യം, ഒന്നാമത്തെ കാര്യം, നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവീൻ. ഹോളി ലൈഫ്, ബി ഹോളി. എല്ലാ നടപ്പിലും. അതാണ്
ക്രിസ്തീയ ജീവിതത്തിന്റെ പ്രത്യേകത. രണ്ടാമത്തെ പ്രത്യേകത, അതിൻ്റെ ഞാൻ അതിന് 16-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ എന്ന് എഴുതിയിരിക്കുന്നല്ലോ. അടുത്തത് രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് അതിന്റെ 17-ാമത്തെ വാക്യം, മുഖപക്ഷം കൂടാതെ ഓരോരുത്തന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിക്കുവീൻ. അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, റെവറൻസ് ടു ഗാഡ്. പ്രവാസകാലം ഭയത്തോടെ കഴിപ്പീൻ. 17-ാമത്തെ വാക്യം ഞാനത് ഒന്ന് വായിക്കുവാനായിട്ട്, ഇംഗ്ലീഷ് വായിക്കുവാനായിട്ട്. റിമെമ്പർ ദാറ്റ് ഹെവൻലി ഫാദർ ടു ഹൂം you pray has no favorites. He will judge or reward you according to what you sow. You must live a reverent fear, reverence to God. ദൈവത്തെ ഭയത്തോടെ സേവിക്കണം. അതിന് ഒന്നാമത്തേത് ഹോളി ലൈഫ്, വിശുദ്ധ ജീവിതം. രണ്ടാമത്തേത് ഭയത്തോടു കൂടിയുള്ള ജീവിതം, ബഹുമാനത്തോടു കൂടിയ ജീവിതം. നമ്മൾ ഇന്നത്തെ കാലത്ത് ജീവിക്കുമ്പോൾ, ഒരുപാട് ദൈവത്തോട് അടുക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ഫാക്ടറാണ് ബഹുമാനം. ദൈവത്തിന്റെ വചനം നമ്മളോട് ചോദിക്കുന്നു, ഞാൻ അപ്പനെങ്കിൽ ബഹുമാനം എവിടെ? ബഹുമാനം പലപ്പോഴും നഷ്ടപ്പെടാറുണ്ട്. ദൈവദാസന്മാരുടെ ഇടയിലും അതുപോലെ തന്നെ ദൈവമക്കളുടെ ഇടയിലും ദൈവത്തെക്കുറിച്ചുള്ള ബഹുമാനം കുറഞ്ഞു വരുന്നൊരു കാലത്ത് രണ്ടാമത്തെ ഫാക്ടർ, ബി റെവറന്റ് ടു ഗാഡ്. ഒന്നാമത്തേത് ബി ഹോളി, നമ്മളെ തന്നെ വിശുദ്ധീകരിക്കണം. രണ്ട്, ദൈവത്തെ ബഹുമാനിക്കണം. മൂന്നാമത്തെ ഫാക്ടറാണ് ഞാനിന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നത്, ലവ് ഈച്ച് അതർ. അപ്പം ക്രിസ്ത്യൻ വേ ഓഫ് ലൈഫ് എന്ന് പറയുന്നത്, ഒന്ന്, വിശുദ്ധരായി എല്ലാ നടപ്പിലും വിശുദ്ധരാകണം. ഒന്നുകൂടെ പറയട്ടെ, ദൈവത്തെ എല്ലാറ്റിനും ബഹുമാനിക്കണം. ധനം കൊണ്ട് ബഹുമാനിക്കണം, ആരാധന കൊണ്ട് ബഹുമാനിക്കണം. ജീവിതത്തിലെ വിശുദ്ധിയിൽ നിന്നും വിശുദ്ധിയിലേക്ക് ചവിട്ടുപടികൾ കയറി നമ്മൾ വരുമ്പോൾ നമ്മൾ ദൈവത്തെ ബഹുമാനിക്കണം. നമ്മുടെ ഭവനത്തിൽ ദൈവത്തെ ബഹുമാനിക്കണം. നമ്മുടെ രഹസ്യ ജീവിതത്തിൽ ദൈവത്തെ ബഹുമാനിക്കണം. ദൈവത്തിന് റെസ്പെക്ട് ഗോഡ്. എല്ലാ രംഗങ്ങളിലും ബഹുമാനിക്കണം എന്നാണ് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. മൂന്നാമത്തെ കാര്യമാണ് ഞാനിന്ന് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, ലവ് ഈച്ച് അതർ. ആദ്യത്തെ രണ്ട് കാര്യങ്ങൾ ദൈവത്തോടുള്ള ബന്ധത്തിൽ പറയുകയാണ്. ഒന്ന്, ബി ഹോളി. രണ്ട്, ബി റെവറൻസ് ടു ഗാഡ്. ദൈവത്തോടുള്ള ബന്ധത്തിലാണ്. എന്നാൽ അതിൻ്റെ മറുഭാഗമാണ് നമ്മളിത് കാണുവാൻ പോകുന്നത്. മനുഷ്യനോടുള്ള ബന്ധത്തിൽ ഈ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഈ ആസ്പെക്റ്റ്, ഈ പ്രധാനപ്പെട്ട കാര്യം എങ്ങനെ മുഴച്ചു നിൽക്കുന്നു എന്നാണ് നമ്മൾ കാണുവാൻ പോകുന്നത്. അതിൻ്റെ 22-ാമത്തെ വാക്യമാണ് നമ്മൾ ഇന്ന് കാണുവാൻ പോകുന്നത്. 22-ാമത്തെ വാക്യം, എന്നാൽ സത്യം അനുസരിക്കിയാൽ നിങ്ങളുടെ ആത്മാക്കളെ നിർവ്യാജമായ സഹോദര പ്രീതിക്കായി നിർമ്മലീകരിച്ചിരിക്കൊണ്ട് ഹൃദയപൂർവം അന്യോന്യം ഊറ്റ സ്നേഹിപ്പീൻ. തേർഡ് സബ് ഡിവിഷനാണ് ഇത് കാണുന്നത്. അപ്പം ലവ് ഈച്ച് അതർ, ലവ് ഈച്ച് അതർ. അവിടെ വായിക്കുന്നത് സത്യം അനുസരിക്കായികയാൽ. അത് ഇംഗ്ലീഷിൽ അത് വായിക്കുമ്പോഴാണ് കുറച്ചുകൂടെ ഈ ഭാഗത്തെ കുറച്ചുകൂടെ ക്ലാരിറ്റി എനിക്ക് ലഭിച്ചത്. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഞാൻ വായിക്കുന്നത് ന്യൂ ലിവിങ് ട്രാൻസ്ലേഷനാണ്. യു ആർ ക്ലെൻസ്ഡ് ഫ്രം യുവർ സിൻസ് വെൻ യു ഒബെയ്ഡ് ദ ട്രൂത്ത്. ട്രൂത്ത് എന്ന് പറയുന്നത്, സത്യമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഗോസ്പലാണ്, സുവിശേഷമാണ്. യു ആർ ക്ലെൻസ്ഡ് ഫ്രം യുവർ സിൻസ്. നിങ്ങൾ സുവിശേഷം അനുസരിച്ച സമയത്ത് തന്നെ നിങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ടു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. എനിക്കൊന്ന് കഴിഞ്ഞ ആഴ്ച സണ്ണിക്കുട്ടിക്കാനാണോ പറഞ്ഞത്? എനിക്കറിയത്തില്ല, ആരാ പറയുന്നത് ഞാൻ ഓർക്കുന്നില്ല. ഇന്ന് സുവിശേഷത്തിന് വേണ്ടി ഒരുപാട് സ്റ്റെപ്പുകൾ, അഡീഷണൽ സ്റ്റെപ്പുകൾ എടുക്കുന്നൊരു കാലഘട്ടം. വിടുതലെന്നും പറഞ്ഞുകൊണ്ട്, സണ്ണിക്കുട്ടിക്കാനാണെന്ന് തോന്നുന്നു, ഈ കഴിഞ്ഞ ഇടയ്ക്കൊരു
ഒരു പ്രധാനപ്പെട്ട പെന്തക്കോസ്ത് സഭയിലെ ഒരു ഡിസ്ട്രിക്ട് കൺവെൻഷനെ ഒരു വ്യക്തിയെ എവിടുന്നോ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് 7 കാഹളങ്ങൾ 7 തവണ ഊതുകയാണ്. എന്നിട്ട് വിടുതൽ പ്രാപിച്ചുള്ളതാണ് പറയുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, രക്ഷിക്കപ്പെട്ട സമയത്ത് നിങ്ങൾ നിർമ്മലീകരിച്ചെന്നാണ് പറയുന്നത്. ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. രക്ഷിക്കപ്പെട്ട സമയത്ത് യു ആർ ക്ലെൻസ്ഡ് ഫ്രം യുവർ സിൻസ് വെൻ യു ഒബേ ദ ട്രൂത്ത്. ബാക്കി കാണുന്ന ഇതെല്ലാം തട്ടിപ്പ. സാധുക്കളെ പിടിച്ച് തട്ടിച്ച് എങ്ങനെങ്കിലും കുറെ കാശ് വാങ്ങിക്കണം. അപ്പം ഇത് നിങ്ങളൊരു കാര്യം ഹൃദയത്തിൻ്റെ അന്തർഭാഗത്തേക്ക് ഇറങ്ങണം. ഞാൻ എൻ്റെ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം വന്നു. അതിൻ്റെ തിയോളജിക്കൽ എഫക്റ്റ് ഒന്നും അല്ല നമ്മൾ ആദ്യമേ മനസ്സിലാക്കുന്നത്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒന്ന് സൂചിപ്പിച്ചതാ, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളായി തീരുവാൻ അവകാശം കൊടുത്തു. അക്കൂട്ടത്തില് ഈ ബന്ധനവും കെട്ടുമൊക്കെ അഴിഞ്ഞു പോയെന്നേ. അതിനുവേണ്ടി രണ്ടാമതൊരു സ്പെഷ്യലിസ്റ്റിനെ വിളിച്ച് ബന്ധനത്തിനും കെട്ടിനും വേണ്ടി അഴിക്കേണ്ട കാര്യമില്ല. ബന്ധനം എപ്പോഴാണ് വരുന്നറിയാമോ? പിന്മാറി പോകുമ്പോഴാണ് വരും. യേശുക്രിസ്തുവിന്റെ രക്തം എന്റെയും നിങ്ങളുടെയും അകത്ത് തളിക്കപ്പെടുമ്പോൾ നമ്മുടെ ബന്ധനങ്ങൾ എന്നേക്കുമായി മാറിപ്പോവുകയാണ്. ഇവിടെ അതാ പറയുന്നത്, യു ആർ ക്ലെൻസ്ഡ് ഫ്രം യുവർ സിൻസ് വെൻ യു ഒബേ ദ ട്രൂത്ത്. സുവിശേഷം വിശ്വസിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയം നടക്കുക. അതിന്റെ പദ്ധതികളാണ് പറയുന്നത്. വീണ്ടും ജനനം നടക്കുന്നു, അതുപോലെ തന്നെ നീതീകരണം നടക്കുന്നു, വിശുദ്ധീകരണം നടക്കുന്നു, പലതരത്തിലുള്ള പ്രോസസ്സുകൾ നടക്കുക, അഡോപ്ഷൻ നടക്കുന്നു. അതായത് നമ്മളെ അവിടെ ദത്തെടുക്കുന്നു. ഇതെല്ലാം ഒറ്റ സമയം കൊണ്ട് നടക്കുക. ഇത് മനസ്സിലാക്കി വരണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ എടുക്കും. പക്ഷേ ദൈവത്തിന്റെ രക്ഷ എന്ന് പറഞ്ഞ പാക്കേജ് എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ യേശുക്രിസ്തുവിന്റെ വചനത്താലും അവന്റെ രക്തത്തിന്റെ ശക്തിയാലും ഓപ്പറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾക്ക് ഇതെല്ലാം സംഭവിച്ചു കഴിയുക. പിന്നെ ഈ കാണിക്കുന്നതൊക്കെ ഉണ്ടല്ലോ, 7 കാഹളങ്ങൾ കൂടുമ്പോൾ അതിനൊക്കെ ഓരോ നമ്പറിന് ഓരോ കഥ പറഞ്ഞ് ആളുകളെ ഇട്ട് വഞ്ചിക്കുന്ന വഞ്ചന നിങ്ങൾ മനസ്സിലാക്കണം. ഇത് ദൈവത്തിന്റെ വചനപ്രകാരമുള്ളതല്ല. ദൈവം നമ്മെ നിർമ്മലീകരിച്ചിരിക്കുക. അപ്പം ഈ നിർമ്മലീകരിച്ചത് കൊണ്ട് എന്ത് പറ്റുന്നെന്ന് അവിടെ പറയുന്നത്. നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ദൈവത്തിന്റെ വേ ഓഫ് ക്രിസ്ത്യൻ ലൈഫാ, പറക്കരുത്. അപ്പൊ ഒന്നാമത് നമ്മൾ ഹോളി ആകുന്നു, രണ്ടാമത് നമ്മൾ ദൈവത്തെ ഭയപ്പെടുന്നു, മൂന്നാമത് ലവ് ഈച്ച് അതർ. എന്തുകൊണ്ട് എനിക്ക് ഒരുവനെ സ്നേഹിപ്പാൻ കഴിയുന്നു. അത് ആ വാക്യം തന്നെ നമ്മൾ നോക്കാം. എൻ്റെ 22ാമത്തെ വാക്യം നമ്മൾ കാണണം. എന്നാൽ സത്യം അനുസരിക്കായി അത് കഴിഞ്ഞിട്ട് നിങ്ങളെ അനുസരിക്കിയാൽ നിങ്ങളെ നിർമ്മലീകരിച്ചിരിക്കുന്ന കൊണ്ട് നിർവ്യാജമായ സഹോദര പ്രീതിക്കായി ഹൃദയപൂർവ്വം അന്യോന്യമുറ്റു സ്നേഹിപ്പീൻ. അത് മലയാളത്തിലൊന്ന് ട്വിസ്റ്റ് ചെയ്ത് എഴുതിയിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്. For you have been born again, not to life that will... 22ാമത്തെ വാക്യം. You are cleansed from your sins when you obey the truth, and you have placed your faith and hope in God. So now you must show sincere love to each others as brothers and sisters. നിങ്ങളെ നിർമ്മലീകരിച്ചപ്പോൾ തന്നെ നിങ്ങളെ നിയമിച്ചിരിക്കുന്നത് നിങ്ങൾ അന്യോന്യം ഉറ്റു സ്നേഹിപ്പാനാണ്. യു ആർ പ്യൂരിഫൈഡ് യുവർസെൽഫ് എന്നാ വായിക്കാൻ കഴിയുന്നത്. ഈ പ്യൂരിഫൈഡ് ദൈവത്തിന്റെ വചനത്താൽ കിട്ടിയതാ. കിട്ടിയപ്പോൾ തന്നെ എനിക്ക് മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ, മറ്റുള്ള സഹോദരങ്ങളെയും സഹോദരികളെയും ഉറ്റു സ്നേഹിക്കുവാൻ. അവിടെ വായിക്കുന്നത് ഡീപ്ലി വിത്ത് ഓൾ യുവർ ഹാർട്ട്. ഡീപ് ലവ്, പെരിഫറൽ അല്ല. ഇവിടുത്തെ പഴയ ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ. നമ്മുടെ പിതാക്കന്മാരുടെ കാലത്തെ ദൈവസ്നേഹത്തിലേക്ക് ദൈവസഭകൾ മടങ്ങിപ്പോകണം, ലോക്കൽ സഭകൾ മടങ്ങിപ്പോകണം. അവർക്ക് പണമില്ലായിരുന്നു, പക്ഷെ അവരൊക്കെ കൃഷി കൊണ്ടൊക്കെ ജീവിച്ചവരാ.
സാമാന്യം നല്ല രീതിയിലൊക്കെ അവരൊക്കെ കഴിയുന്നവരായിരുന്നു. ദൈവസഭയിലേക്ക് അവർ കടന്നു വന്നപ്പോൾ അന്യോന്യം ഉറ്റു സ്നേഹിക്കുന്ന ഒരു അനുഭവം ഈ നൂറ്റാണ്ടിന്റെ ആദ്യകാലങ്ങളിൽ, പെന്തക്കോസ്തിന്റെ ആദ്യകാലങ്ങളിൽ കേരളക്കര കണ്ടതാ. ഇന്ന് നോക്കിക്കേ, കുറ്റം പറയല്ല, അന്നത്തെ ഞെരുക്കവും ഭാരവും എല്ലാം മാറ്റി തന്നു. ഇന്ന് വലിയ വലിയ കൺവെൻഷനുകൾ ചെന്നാൽ മേഴ്സിഡസ് ബെൻസുകളുടെ ഘോഷയാത്രയാണ്. നല്ലതാ, മേഴ്സിഡസ് വേണം. പക്ഷെങ്കിൽ we lost the communion. പണ്ടത്തെ സ്നേഹം, ആദ്യ സ്നേഹം എവിടെയോ മിസ് ചെയ്തു പോയി. എൻ്റെ സഹോദരങ്ങളെ, ആദ്യ സ്നേഹത്തിലേക്ക് നമുക്ക് കടന്നു വരണം. എന്തുകൊണ്ടാണ് ആദ്യ സ്നേഹം കടന്നു വരണമെന്ന്, അതിലേക്ക് കടന്നു വരണമെന്ന് പത്രോസ് ഇവിടെ പറയുന്നത്? ആ ഭാഗത്തേക്ക് ഞാൻ വരുവാനായിട്ട് ആഗ്രഹിക്കുക. ഞാൻ അതിന് മുമ്പായിട്ട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, യു ആർ പ്യൂരിഫൈഡ്. പ്യൂരിഫൈഡ് എങ്ങനെയാ? ദൈവത്തിന്റെ വചനം അനുസരിക്കുക നിമിത്തം. അപ്പോസ്തലപ്രവൃത്തി 19-ാം അധ്യായം, 15-ാം അധ്യായം, അതിന്റെ 9-ാമത്തെ വാക്യം അതിങ്ങനെ വായിക്കുന്നു. 15:9. അപ്പോസ്തലപ്രവൃത്തി 15-ാം വാക്യം. എടുത്തവർക്ക് ആർക്കെങ്കിലും ഉണ്ട്? വായിക്കാൻ സിസ്റ്റർ ബീന ഉണ്ടെങ്കിൽ വായിക്കാം. 15:9. അവരുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ചതിനാൽ നമുക്കും അവർക്കും തമ്മിൽ ഒരു വ്യത്യാസവും വെച്ചിട്ടില്ല. അവരുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ചതിനാൽ നമുക്കും അവർക്കും തമ്മിൽ ഒരു വ്യത്യാസവും വെച്ചിട്ടില്ല. നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ചു. ഈ ശുദ്ധീകരണമാണ് നമുക്ക് മറ്റുള്ളവരെ സ്നേഹിപ്പാനുള്ള ഗ്രൗണ്ട് ഒരുക്കിയത്, വഴി വെട്ടിയത്. അതാ നമ്മളെ ശുദ്ധീകരിച്ചു. പ്രിയമുള്ളവരെ, ഇവിടെ തന്നെ അത് ഈ ഭാഗത്ത് തന്നെ പത്രോസ് പറയുന്നുണ്ട്. പണ്ട് നിങ്ങളുടെ അജ്ഞാതകാലത്ത്, 14-ാം വാക്യം, ഉണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ എന്ന് പറഞ്ഞിട്ട് now and അതിനെ നമുക്ക് ഇങ്ങനെ പഠിക്കുവാൻ കഴിയും. one before and one after. ഈ നിർമ്മലീകരണം, ഈ വചനത്തിന്റെ നിർമ്മലീകരണം വരുന്നതിന് മുമ്പ് ഞാനും നിങ്ങളും അജ്ഞാതകാലത്ത് ജീവിച്ചിരുന്നവരാണ്. അന്ന് മറ്റുള്ളവരെ സ്നേഹിപ്പാൻ കഴിഞ്ഞിരുന്നില്ല. വെറുപ്പും വിദ്വേഷവും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. നമ്മുടെ ഓരോരുത്തർക്കും അത് പറയുവാൻ കഴിയും. എന്നാൽ ഒരിക്കൽ എൻ്റെ ജീവിതത്തിൽ ക്രിസ്തു അവന്റെ വചനത്താലുള്ള ശുദ്ധീകരണം തന്ന് നിർമ്മലീകരിച്ചപ്പോൾ, നൗ ആൻഡ് ആഫ്റ്റർ എഫക്റ്റ് ആണ് ഇവിടെ പറയുന്നത്. എന്താണെന്നറിയാമോ? അതിനുശേഷം എന്താണ് ചെയ്യേണ്ടത്? പറയുന്നു, നിങ്ങൾ ദൈവത്തെ ബഹുമാനിക്കും, മാത്രമല്ല നിങ്ങൾ ദൈവത്തെ വിശുദ്ധരായി ജീവിക്കും, മാത്രമല്ല നിങ്ങൾ സ്നേഹത്തിൽ വസിക്കും, ഉറ്റ സ്നേഹത്തിൽ വസിക്കും. ഡീപ് ലവ്. ഇതിന്റെ കാരണം ദൈവത്തിന്റെ ശുദ്ധീകരണം എൻ്റെ ജീവിതത്തിൽ പ്രാപിച്ചു. വചനത്താലുള്ള ശുദ്ധീകരണം പ്രാപിച്ചു എന്നാണ് നമുക്കിവിടെ പറയുവാൻ കഴിയുന്നത്. രക്തത്തളിപ്പ് ആചരിച്ചു. നമുക്ക് പുറപ്പാട് പുസ്തകം 19-ാം പ്യൂരിഫിക്കേഷൻ ബൈ സ്പ്രിംഗ് 1-ാം അധ്യായം, ഈ പുസ്തകത്തിന്റെ 1-ാം അധ്യായം 2-ാം വാക്യത്തിൽ തന്നെ കാണുന്നു. എന്താണെന്നറിയാമോ? 1-2 ഇങ്ങനെ കാണുന്നു. ചിതറിപ്പാർക്കുന്ന പരദേശികളും പിതാവായ ദൈവത്തിന്റെ മുന്നറിവിനൊത്തോടും അനുസരണം കാണിപ്പാനും യേശുക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായി. ഇതാണ് ശുദ്ധീകരണം. ഇവിടെ ഇനി ഇവിടെ 21-ാമത്തെ വാക്യം നിങ്ങൾ എൻ്റെ കൂടെ വരണം കേട്ടോ. 22-ാമത്തെ വാക്യത്തിൽ യു ആർ ക്ലെൻസ്ഡ് ഫ്രം യുവർ സിൻസ്. 22-ാമത്തെ വാക്യം കൊണ്ടൊന്ന് പോയാൽ മനെ. 22-ാമത്തെ വാക്യം, 1:22. സത്യം നിങ്ങളുടെ വായിച്ചാൽ പ്ലീസ്. എന്നാൽ സത്യം അനുസരിക്കയാൽ നിങ്ങളുടെ ആത്മാക്കളെ നിർവ്യാജ്യമായ സഹോദര പ്രീതിക്കായി നിർമ്മലീകരിച്ചിരിക്കുക കൊണ്ട് ഹൃദയപൂർവം അന്യോന്യം ഉറ്റു സ്നേഹിപ്പിൻ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഇത്രയും വരാൻ കാര്യമല്ല, നമ്മളെ രക്തം കൊണ്ട് തളിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ രക്തം കൊണ്ട് തളിക്കപ്പെട്ടവർക്ക് ഈ എവിടുന്ന് ഈ പോരാട്ടവും ബന്ധനവും ഒക്കെ വരുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. പോരാട്ടമുള്ള ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പിന്മാറിപ്പോയാൽ അവനെന്ത് വരും കേട്ടോ.
ഇതെല്ലാം വരും. പക്ഷെ വിശുദ്ധിയോടെ ജീവിക്കുന്നതിന് ഇതൊന്നും വരുന്നില്ല. ദൈവത്തിൻ്റെ വചനം വ്യക്തമായി വളരെ ഭംഗിയായിട്ട് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, നമുക്കിനി അടുത്ത ഭാഗത്തേക്ക് പോകാം. എന്താ? പ്യൂരിഫിക്കേഷൻ ബൈ മീൻസ് ഓഫ് സ്പ്രിംഗ്ലിംഗ്, തളിക്കപ്പെടുക. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം ഒന്ന് പെട്ടെന്നൊന്ന് വായിക്കാമോ? 19-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം, അതിൻ്റെ 19-ന്റെ 10-ാമത്തെ വാക്യം വായിച്ചാൽ. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത്, നീ ജനത്തിന്റെ അടുക്കൽ ചെന്ന് ഇന്നും നാളെയും അവരെ ശുദ്ധീകരിക്കാം. അവരെ ശുദ്ധീകരിക്കാം. ശുദ്ധീകരണം. പിന്നെ യോഹന്നാന്റെ സുവിശേഷം അല്ല, 1 യോഹന്നാൻ 3-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം നമുക്ക് കാണാതറിയാവുന്ന, അതുകൊണ്ട് വായിക്കേണ്ട കാര്യമില്ല. 3-ാം അധ്യായം 3-ാം വാക്യം, 1 യോഹന്നാൻ 3:3. പ്രിയ വായിച്ചോ. അവനിൽ ഈ പ്രത്യാശയുള്ളവൻ എല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. 1 യോഹന്നാൻ 3:3. തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. അപ്പം നിർമ്മലീകരണം അവിടെ വായിക്കുന്ന പ്യൂരിഫൈങ്, ഇറ്റ്സ് ഹാപ്പനിങ് എവ്രി ഡേ, എല്ലാ ദിവസവും നടന്നുകൊണ്ട്. ഈ പ്യൂരിഫിക്കേഷൻ നമ്മുടെ ജീവിതത്തിൽ വരുന്നത് കൊണ്ട് എന്ത് പറ്റുമെന്നറിയാമോ? മറ്റുള്ളവരെ സ്നേഹിപ്പാനായി നമുക്ക് കഴിയും. സഹോദരങ്ങളെ സ്നേഹിപ്പാൻ, ഉറ്റു സ്നേഹിപ്പാൻ കഴിയും. എവിടെങ്കിലും സഹോദരനോട് വെറുപ്പുണ്ടെങ്കിൽ ആ സഹോദരനെ കുറ്റം പറയണ്ട കേട്ടോ, നമ്മളെ തന്നെ കുറ്റം പറഞ്ഞാൽ മതി. നിർമ്മലീകരണത്തിൽ നമ്മുടെ ജീവിതത്തിലെ വിശുദ്ധിയിൽ ഏതെങ്കിലും തരത്തിൽ കുറവ് വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുക. കാണുന്നതെല്ലാം കുറ്റം. ഐ ഹേറ്റ് ഹിം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എൻ്റെ പൊന്ന് സഹോദര, പ്രിയ സഹോദരി, അവനെ ഹേറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെത്താനൊന്ന് നോക്കിക്കേ. അവരുടെ ഹൃദയങ്ങളിലേക്കൊന്ന് ടോർച്ചടിച്ച് നോക്കിക്കേ. ദാവീദ് പാടുന്നത് പോലെ വ്യസനത്തിലുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിലേക്ക് എന്നെ നടക്കണം. ഓ സെർച്ച് മീ, ഓ ഗോഡ്, എന്നെ നീ ഒന്ന് സെർച്ച് ചെയ്യുക, താൻ വിളിക്കുക. കർത്താവിന്റെ കയ്യിൽ വലിയ ടോർച്ച് കൊടുത്തിട്ട് ഇരുണ്ട മുറിയിലെ നമ്മുടെ സ്റ്റോറേജ് റൂമിൽ കയറിയിട്ട്, കർത്താവ് നീ ഇതിൻ്റെ അകത്തൊന്ന് അടിച്ചു നോക്കിക്കേ. എൻ്റെ ഹൃദയത്തിന്റെ അന്തർഭാഗങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള അശുദ്ധികളും അഴുക്കുകളും ഉണ്ടെങ്കിൽ, മറ്റുള്ളവരോട് പകയോ വിദ്വേഷമോ ഉണ്ടെങ്കിൽ, പ്രൊഫഷണൽ ജലസി ഉണ്ടെങ്കിൽ, അത് ഏത് വർഗത്തിനുമാകാം, ശുശ്രൂഷകർക്കുമാകാം, വിശ്വാസികൾക്കുമാകാം, ഉണ്ടെങ്കിൽ നിർമ്മലീകരിക്കപ്പെടണം. നിർമ്മലീകരിച്ചില്ലെങ്കിൽ മറ്റുള്ളവരെ സ്നേഹിപ്പാൻ നമുക്ക് കഴിയത്തില്ല എന്നാണ് ഈ ഭാഗം പത്രോസ് നമ്മളെ പഠിപ്പിക്കുന്നത്. They are ushered അല്ലെങ്കിൽ escorted to the realm of brotherly love. ഈ അജ്ഞാതകാലത്തുണ്ടായിരുന്ന അവരെ ഇങ്ങോട്ട് വിളിച്ച് യേശുവിന്റെ രക്തത്തിൽ തളിക്കപ്പെട്ട് ദൈവത്തെ വിശുദ്ധിയിൽ സേവിക്കണമെന്നും ബഹുമാനിക്കണമെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ അവരെ ആനയിച്ചോണ്ട് പത്രോസ് ഈ ഭാഗത്തൂടെ കടന്നു വരികയാണ്. അഷറിങ് എന്നാ പറയുന്നത്. ബ്രദർലി ലവിലേക്ക്, സഹോദര സ്നേഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ്. ലവ് വൺ അനദർ ഡീപ്ലി. ഈ പുസ്തകത്തിന്റെ 4-ാം അധ്യായം 8-ാം വാക്യം കൊണ്ടൊന്ന് വായിക്കണം. 4-ാം അധ്യായം 8-ാം വാക്യം, ഈ പുസ്തകത്തിന്റെ 1 പത്രോസ് 4:8. തീർച്ചയ്ക്ക് എല്ലാവരും ഐക്യമത്യവും സഹതാപവും സഹോദരപ്രീതിയും മനസ്സലിവും വിനയബുദ്ധിയും ഉള്ളവരായിരിക്കും. ദോഷത്തിന് ദോഷവും ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കും. അതിൻ്റെ ഒരു വാക്യമുണ്ട്, 4-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, ഇതിനായിട്ടല്ലോ മരിച്ച 8-ാം വാക്യം, സകലത്തിനു മുമ്പേ തമ്മിൽ ഉറ്റ സ്നേഹമുള്ളവരായിരിക്കും,
സ്നേഹം സ്നേഹമുള്ളവരായിരിപ്പിനാ. സ്നേഹം സ്നേഹം പാപങ്ങളുടെ പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. ബഹുത്വത്തെ മറയ്ക്കുന്നു. സകലത്തിനു മുമ്പേ ഒറ്റ സ്നേഹമുള്ളവരായിരിപ്പീൻ. ഇത് വലിയ എഫക്റ്റ് എന്തെന്ന് പറഞ്ഞ ഇൻഡെപ്തിലാവും. പെരിഫറൽ അല്ല, അതായത് ഉപരിതലത്തിലുള്ള സ്നേഹമല്ല, പെരിഫറൽ അല്ല, ആഴത്തിൽ സ്നേഹിക്കുക. നിർവ്യാജമായ സ്നേഹം നിർവ്യാജമാകട്ടെ. പൗലോസ് പറയുന്ന സ്നേഹം നിർവ്യാജമാകട്ടെ. അപ്പം നമുക്ക് മറ്റുള്ളവരെ നിർവ്യാജമായി സ്നേഹിപ്പാൻ കഴിയുമോ? പ്രതിഫല ഇച്ഛ കൂടാതെ. പറയുന്ന ഇത് എന്നോടുകൂടെ എൻ്റെ ഹൃദയത്തിൽ കൊണ്ടുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഈ ഈ വചനം വാളാണല്ലോ, എനിക്കും വിട്ടുകിട്ടും. നിങ്ങളെ വചനത്തിലൂടെ ഞാൻ പ്രബോധിപ്പിക്കുമ്പോൾ ഇത് എന്നോട് തന്നെ പ്രബോധിപ്പിക്കണം, ഇല്ലെങ്കിൽ ഞാൻ അരിഷ്ട മനുഷ്യനാണ്. ഒരുപാട് ഫോർമാലിറ്റി ആയിപ്പോയില്ലേ ഇന്ന്. ഹവാർഡ് സ്നൈഡർ എന്ന് പറയുന്ന ഒരു ദൈവദാസൻ എഴുതിയിരിക്കുന്ന കോട്ട് ഇതിനോടനുബന്ധിച്ച് എനിക്ക് വായിക്കുവാനിടയായി. ഹവാർഡ് സ്നൈഡർ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ചർച്ച് സഭ കൂട്ടായ്മയുടെ പ്രതിസന്ധിയിലായിരിക്കുക. The church today is suffering a fellowship crisis. In the world of big impersonal institutions, എല്ലാം പ്രൊഫഷണലാണ്. The church often looks like just another big impersonal institution. ടാറ്റ, ഇന്ത്യയുടെ കോണ്ടെക്സ്റ്റിൽ ടാറ്റ, ബിർള, ഡാൽമിയ, അദാനി, അംബാനി ഗ്രൂപ്പുകൾ, പ്രൊഫഷണൽസ്, IT പ്രൊഫഷണൽസ്, ഇതെല്ലാം ഉണ്ട്. അവിടെ വരുന്നു, കാര്യം നടക്കുന്നു, പോകുന്നു. നമ്മുടെ പ്രൊഫഷണൽസ് ഒക്കെ ഒരുപാട് പേര് ഇത് കേൾക്കും. There's no personal touch. ഇംപേഴ്സണൽ. നമ്മുടെ കൂടെ തോളെ കൈയിട്ടുകൊണ്ടിരിക്കുന്ന ഇംപേഴ്സണലൈസേഷന്റെ ഒരു വലിയൊരു ഇവിടുന്നായി ഇത് തുടങ്ങിയത്. നമുക്ക് അവിടെ സ്നേഹമെന്ന് പറയുന്നൊരു കാര്യമില്ല. ഐ നീഡ് പ്രൊഡക്ടിവിറ്റി. ഓക്കെ, അല്ലെങ്കിൽ എനിക്ക് അവിടുന്ന് മാക്സിമം എന്നെ ഒരു എംപ്ലോയർ ഇത് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ആളിനെ ഇത് മാക്സിമം ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇംപേഴ്സണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. അദ്ദേഹം പറയുന്നതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: we lost intimacy among people. അടുപ്പം എവിടെയോ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അടുപ്പം മാത്രമല്ല, ഈ കോവിഡ് കാലത്തിന് ശേഷമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പദമാണ് മാസ്ക്. ആ മാസ്ക് ധരിച്ചുകൊണ്ട് നടക്കുന്നു. ഈവൻ ഒരു പ്രൈസ് ദി ലോർഡ് പോലും ഓണസ്റ്റി നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. കമ്മ്യൂണിക്കേഷൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഇതാ, ഞാനത് മുഴുവൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. പ്രിയമുള്ളവരെ, ഈ ഒരു വാക്കിന്റെ പശ്ചാത്തലത്തിൽ, ഈ ഒരു വാക്യത്തിന്റെ പശ്ചാത്തലത്തിൽ ഹൃദയപൂർവം അന്യോന്യം ഉറ്റു സ്നേഹിപ്പീൻ. അന്യോന്യം ഉറ്റു സ്നേഹിപ്പീൻ. ഞാൻ എൻ്റെ വാക്കുകൾ മുന്നോട്ട് കൊണ്ടുപോട്ടെ. എന്തുകൊണ്ട് സ്നേഹിക്കണം? 23-ാമത്തെ വാക്യം വായിച്ചാൽ പെട്ടെന്ന് വായിക്കണേ. എനിക്കിനി 5 മിനിറ്റ് കൂടെ ഉള്ളൂ. 5 മിനിറ്റ് കൊണ്ട് എനിക്ക് നിർത്തണം. എന്തുകൊണ്ട് സ്നേഹിക്കണം? എന്താണ് ഇതിന്റെ കാരണം? സ്നേഹിച്ചില്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. ആമേൻ. താങ്ക് യു. For you have been born again. Regeneration എന്നൊക്കെ പറയും കേട്ടോ. You have been born again, but not to the life that is quickened.
നിങ്ങളിൽ ഇന്ന് വന്നിരിക്കുന്ന ഈ വ്യത്യാസം മനുഷ്യ ജീവിതത്തിൽ ഉള്ള ഒരു വിഷയം, സാധാരണ മനുഷ്യ ജീവിതത്തിലുള്ള ഒരു വിഷയമല്ല. കെടാത്ത ബീജത്താൽ, born again, that will not quickly end. നമ്മുടെ മനുഷ്യ ബീജത്താൽ ജനിക്കുന്ന ഒരുവൻ, he will quickly end. അവൻ മരിക്കും. ബട്ട് യുവർ ലൈഫ്, അത് നിങ്ങൾ വായിച്ചോണം കേട്ടോ, യുവർ ലൈഫ് ലാസ്റ്റ് ഫോർ എവർ. ഈ കെടാത്ത ബീജത്താൽ നമ്മൾ വീണ്ടും ജനിച്ചിരിക്കുന്നത് കൊണ്ട് എന്ത് പറ്റുന്നത് അറിയാമോ? യുവർ ന്യൂ ലൈഫ്, ഈ രക്ഷയുടെ ജീവിതം, വിശ്വാസ ജീവിതം ലാസ്റ്റ് ഫോർ എവർ. ഇറ്റ് കംസ് ഫ്രം ദ ഇറ്റേണൽ ലിവിംഗ് വേർഡ് ഓഫ് ഗോഡ്. ഇതാണ് ഞാൻ ന്യൂ ലിവിംഗ് ട്രാൻസ്ലേഷൻ ഞാൻ വായിക്കുന്നത്. അത് നിങ്ങൾക്ക് ഇന്റർനെറ്റിൽ എടുക്കാവുന്നവർക്ക് എടുക്കാം. അപ്പം ഞാൻ രക്ഷിക്കപ്പെട്ടത് എങ്ങനെയാണ്? ഐ ആം ബോൺ അഗെയിൻ ടു ദ ലൈഫ് ദാറ്റ് വിൽ ക്വിക്ക്ലി എൻഡ്, ദാറ്റ് വിൽ നോട്ട് ക്വിക്ക്ലി എൻഡ്. ഇത് നശിച്ചു പോകുന്നതല്ല, മരണം കഴിഞ്ഞാലും നിത്യത വരെ തുടരുന്നതാണ് ഈ നിത്യജീവിതം, നിത്യജീവനത. യുവർ ന്യൂ ലൈഫ് വിൽ ലാസ്റ്റ് ഫോർ എവർ. അതെന്നേക്കുമായി നിൽക്കുക. ഒരുത്തൻ ക്രിസ്തുവിന്റെ വചനത്താൽ ജനിക്കപ്പെടുന്നവൻ, അവന്റെ ജീവിതം നിത്യജീവിതമാണ്. ബിക്കോസ് ഇറ്റ് കംസ് ഫ്രം ദ ഇറ്റേണൽ ലിവിംഗ് ഗാഡ്. എന്തുകൊണ്ട്? ഈ മരിച്ചു മൺമറഞ്ഞ പിതാവിൽ നിന്നുള്ള അല്ല ഇത്, ഇറ്റേണൽ ഗോഡിൽ നിന്ന്, നിത്യനായ പിതാവിൽ നിന്ന് ലഭിക്കുന്ന ആ ജീവൻ നിന്റെ നിത്യതയിലേക്ക് കൊണ്ട് ചേർക്കുകയാണ്, എന്നെ ചേർക്കുകയാണ്. അതുകൊണ്ടാ പറയുന്നത്, പീപ്പിൾ ആർ ലൈക്ക് ഗ്രാസ്. സകല ജഡവും പുല്ല് പോലെയും അതിന്റെ ഭംഗിയെല്ലാം യശയ്യാവിൽ നിന്ന് തൻ കോട്ടിയെന്ന ഭജനം പുല്ലിന്റെ പൂ പോലെയും ആകുന്നു. പുല്ല് ഉണങ്ങി, പുല്ല് വാടി, പൂ തീർന്നു പോയി. കർത്താവിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്ന പറഞ്ഞ കർത്താവിന്റെ വചനത്താൽ, ഈ ഗോസ്പലിനാൽ വീണ്ടെടുക്കപ്പെട്ടവൻ, അവൻ നിത്യജീവനെ കരസ്ഥമാക്കുന്നവനാ. അവൻ എന്നേക്കും നിൽക്കുന്നവനാണ്. അതുപോലെ രക്ഷിക്കപ്പെട്ട വിശ്വാസികളെ ഈ ലോകത്തിൽ വെച്ച് മാത്രമുള്ള റിലേഷൻഷിപ്പ് അല്ല, നിത്യത വരെ നിലനിൽക്കുന്ന, അനന്തകോടി വർഷങ്ങൾ നിലനിൽക്കുന്ന നിത്യതയുടെ അവകാശിയായി നിൽക്കുമ്പോൾ ഞാനും നിങ്ങൾക്കും കൂടെ തന്നിരിക്കുന്ന ഇപ്പോഴത്തെ വിശ്വാസികളെ, സഹവിശ്വാസികളെ ഉറ്റു സ്നേഹിക്കണമെന്നാ പറയും. ഞാൻ എന്തുകൊണ്ട് ഉറ്റു സ്നേഹിക്കണം? ബിക്കോസ് എന്റെ കൂടെ ഇന്ന് ആരാധിക്കുന്ന ഈ രക്ഷിക്കപ്പെട്ട, അല്ലെങ്കിൽ തന്നെ ആരാധിക്കാത്ത വേറെ സഭകളിലുള്ള സെയിം വിശ്വാസ പ്രമാണത്തിൽ ജീവിക്കുന്നവരെയും ഉറ്റു സ്നേഹിക്കണം. നമ്മൾ ഉറ്റു സ്നേഹിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഈ ഉറ്റു സ്നേഹിക്കുമ്പോഴല്ലേ നമ്മൾ ഒരുമിച്ച് ഈ ലോകത്തിൽ ജീവിച്ച നിത്യതയിലേക്ക് മറയുക. പാട്ടുകാരൻ, ഞാൻ എൻ്റെ വാക്കുകളോട് ചുരുക്കുവാൻ ആഗ്രഹിക്കുന്നു. കാലമെല്ലാം കഴിയും, പിന്നെ കാൺമതെല്ലാം അഴിയും, പിന്നെ പുതുയുഗം വിരിയും. തിരികെ വരാതെ നാം നിത്യതയിൽ മറയും. ആ നിത്യതയിൽ നമ്മുടെ കൂടെ ജീവിക്കുവാൻ, നമ്മുടെ കൂടെ സഹവസിക്കുവാൻ, നമ്മളുടെ പ്രതിഫലങ്ങൾ വിഭാഗിച്ച് കിട്ടുന്ന സമയത്ത് നമ്മുടെ കൂടെ കൂട്ടവകാശികളായി നിൽക്കുന്ന നമ്മുടെ സഹോദരങ്ങളെ ഉറ്റു സ്നേഹിക്കണം. പെരിഫറൽ അല്ല, ആഴത്തിൽ, അവരുടെ കഷ്ടതകളിൽ, അവരുടെ വിഷയങ്ങളിൽ അന്യോന്യം കൈത്താങ്ങായി ഞാനും നിങ്ങളും നിൽക്കണമെന്നാണ് പൗലോസ് പറയുന്നത്. അങ്ങനെ ഒരു സഭയാണ് പത്രോസ് എൻവിഷൻ ചെയ്യുന്നത്. 3 കാര്യങ്ങൾ, ക്രിസ്തീയ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് ഇപ്പോൾ അപ്പോസ്തലനോട് എഴുതിയിരിക്കുന്നത്. 1, നിങ്ങൾ വിശുദ്ധ ജീവിതം നയിക്കണം. 2, നിങ്ങൾ ബഹുമാനിക്കണം, ദൈവത്തെ ബഹുമാനിക്കണം. അപ്പനെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ? 3, അന്യോന്യം ഉറ്റു സ്നേഹിക്കണം. നമ്മുടെ തലകളെ വണക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ,
നിന്റെ സന്നിധി ഞങ്ങൾ വരുന്നു. കർത്താവെ, ഒരു വിശുദ്ധ ജീവൻ നയിപ്പാൻ ഞങ്ങളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവ്, നിന്നെ ബഹുമാനിപ്പാൻ, അകമഴിഞ്ഞ് ബഹുമാനിപ്പാൻ, എല്ലാ രംഗങ്ങളിലും എല്ലാ ഏറിയകളിലും അകമഴിഞ്ഞ് ബഹുമാനിപ്പാൻ അടിയനെ സമർപ്പിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ സമർപ്പിക്കുന്നു. മാത്രമല്ല, ആഴത്തിൽ ഒറ്റ സ്നേഹിക്കുവാൻ നീ ഞങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. കാരണം ഞങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് ഇവിടെ നിന്ന് തീരുന്നതല്ല, നിത്യതയിൽ തുടരുന്നതാണ്. പുല്ലുണങ്ങി, പൂവാടി, പൂ തീർന്നു പോയി, കർത്താവിൻ്റെ വചനമോ എന്നേക്ക് നിലനിൽക്കുന്നു. ഇതാകുന്നു നിങ്ങളോട് പ്രസംഗിച്ച വചനം. ആ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളെ നിർമ്മലീകരിച്ചിരിക്കുന്നതുകൊണ്ട് അന്യോന്യം ഉറ്റു സ്നേഹിപ്പാൻ ഉള്ള കൃപ കർത്താവേ, അവൻ്റെ ലൈഫിനെയും അതിലുള്ള സകല വിശ്വാസികളെയും എല്ലാ കർത്താവിൻ്റെ ദാസന്മാരെയും ഈ വചനത്തിന് മുമ്പിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. കർത്താവ്, ഒരു പടി കൂടി ആത്മീയമായി ഞങ്ങൾ വളരട്ടെ. ഇത് പ്രായോഗിക ജീവിതത്തിലേക്ക് ഞങ്ങൾ വരട്ടെ. കർത്താവ്, ഉറ്റു സ്നേഹിക്കുവാനുള്ള തലങ്ങൾ ഞങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ട് വിശുദ്ധ ജീവിതം നയിപ്പാൻ, ബഹുമാനിപ്പാൻ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.